ആ അതുകൂടെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാ സത്യവും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ കരുതിക്കോ. പിന്നെ എന്താ പ്ലാൻ എന്ന് ചോദിക്കേ. ശരി, പിന്നെ എന്താണ് പ്ലാൻ? എന്തായിരിക്കും? എനിക്കറിയില്ല. സ്വാഭാവികമല്ലേ. അമ്മ ആരാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്റെ അച്ഛൻ ആരാണെന്ന് നിർമ്മല അമ്മയെ കൊണ്ട് ഞാൻ പറയിക്കും. അമ്മയോട് അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്കത് പറഞ്ഞു തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ നയത്തിൽ അതെനിക്ക് ചോദിച്ചറിയണം. എന്തിനാ ഗൗതം ഇപ്പൊ അതിന്റെ പുറകെയൊക്കെ പോകുന്നത്? സമയമാകുമ്പോ നിർമ്മലാന്റെ തന്നെ എല്ലാം ഗൗതമിനോട് പറയും. അമ്മ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന സമയമല്ല എന്റെ സമയം. കാരണം എന്റെ മനസ്സിന് ആശ്വാസം കിട്ടണമെങ്കിൽ അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? എന്താ? എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നീയാണെന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ പറ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാ? എനിക്കറിയാം അതാരാണെന്ന്. ആ ഒരാളുടെ പേര് നിന്റെ മനസ്സിലിപ്പോ വരികയും ചെയ്തു. CKC അല്ലേ? അല്ല, പ്രത്യക്ഷത്തിൽ CKC ആണ് എന്റെ ഏറ്റവും വലിയ ശത്രുവെങ്കിലും അയാളോടുള്ളതിന്റെ 1000 മടങ്ങ് എനിക്ക് പകയും ശത്രുതയും വെറുപ്പും പകയുള്ള ഒരാളുണ്ട്. ആ പേരറിയാത്ത മനുഷ്യനാണ് എന്റെ അച്ഛൻ. പക്ഷെ എനിക്ക് പറയാൻ, ഏത് വൃത്തികെട്ടവനായാലും ആ പേരെനിക്ക് വേണം. തന്തയാരാണെന്നും തള്ളയാരാണെന്നും അറിയാത്തവൻ എന്ന് എന്നെ വിളിച്ച് അപമാനിച്ച CKCയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് എന്റെ അച്ഛനും അമ്മയും ഇവരാണെന്ന് എനിക്ക് ഉറക്കെ വിളിച്ച് പറയണം. എന്നാൽ മാത്രമേ എന്റെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് എനിക്ക് തിരിച്ചു പിടിക്കാനാവൂ. എന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അത് വേണമെന്നെഴുതി. എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഗൗതമിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. പക്ഷെ എന്റെ ഒരു റിക്വസ്റ്റാ, തൽക്കാലം നിർമ്മലാന്റിയോടൊന്നും ചോദിക്കരുത്. ഞാൻ ചോദിക്കും. ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അതെ, ഇന്നലെ രാത്രിയിലും ഇതുപോലെ എന്റെ അരിയിൽ വന്നിരുന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്നും പറഞ്ഞ് നീ തുടങ്ങിയതാ. പക്ഷേ നീ പറഞ്ഞു തീർന്നപ്പോഴേക്കും കോഴി കൂവി സൂര്യൻ കിഴക്കൊതിച്ചു. ഗൗതം പ്ലീസ്. നോ മോളെ, ഇന്നിനി പ്ലീസും ഇല്ല പറച്ചിലും ഇല്ല. ഇന്നിനി പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വാ നീ. ഗൗതം ഞാനൊന്ന് പറയട്ടെ? ഇനി വണ്ടിയ കടിക്കുന്ന. രണ്ടുപേർക്കുള്ള ചായയെ ഞാൻ മുറി ചെന്നപ്പോഴാ മോൻ എവിടെ ഇരിക്കാന്ന് നിധി പറഞ്ഞത്. ചായ എടുത്ത് കുടിക്കേ. അമ്മേ, അമ്മ ഇങ്ങോട്ടേ ധൃതി വിളിച്ചു പോകുന്നത്? ധൃതിയൊന്നുമില്ല, അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ലാപ്ടോപ്പിൽ ഓരോന്ന് ടൈപ്പ് ചെയ്യുന്നതിനിടയിലും ഞാൻ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. അതിനിടയിൽ അമ്മ വന്നത് ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. മോനെന്താ ആലോചിച്ചത്? എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടുള്ളതും മറ്റൊരാളുടെ മുമ്പിൽ പറയാനൊരു മറുപടി ഇല്ലാതെ ഉരുകി നിന്നിട്ടുള്ളതും ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ മാത്രമാണ്. അതെന്താണെന്നറിയോ അമ്മയ്ക്ക്? അനാഥൻ എന്ന വിളി.
ആ